കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ സിറ്റിംഗ് സീറ്റുകൾ എല്ലാവരും നിലനിർത്തി എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിണാമങ്ങൾ ഉണ്ടായി എന്ന് കണക്കാക്കാനാവില്ല. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് കാരണമാവുന്ന ഫലമല്ല. കഴിഞ്ഞ 20 വർഷത്തോളമായി CPM കൈവശം വയ്ക്കുന്ന ചേലക്കര മണ്ഡലം അവർ തന്നെ തിരിച്ചു പിടിച്ചു. കഴിഞ്ഞ 15 വർഷമായി UDF കൈവശം വയ്ക്കുന്ന പാലക്കാട് മണ്ഡലം അവർ നിലനിർത്തി എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മത്സരിച്ചത്. പക്ഷേ സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഒഴിച്ച് സംസ്ഥാനത്ത് നടന്ന മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും NDAക്ക് വോട്ടുകൾ കുറയുകയാണ് ഉണ്ടായത്. അത് ശ്രീധരൻപിള്ള സാർ മത്സരിച്ച ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പായാലും തുടർന്നിങ്ങോട്ടുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും, വട്ടിയൂർക്കാവിൽ ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിച്ച സമയത്ത് 55,000-ഓളം വോട്ടുകൾ കിട്ടിയപ്പോൾ പക്ഷേ അവിടെ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 27,000 വോട്ടുകളാണ് ലഭിച്ചത്. ശ്രീ O രാജഗോപാലിന് 2,35,000 വോട്ട് തിരുവനന്തപുരം ലോക്സഭയിൽ ലഭിച്ചപ്പോൾ തൊട്ടടുത്ത് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വെറും 35,000 വോട്ടുകൾ മാത്രമാണ് BJPക്ക് കിട്ടിയത്. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പരിണാമം വലിയ ആഘോഷമാക്കി ചില ആളുകൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് വസ്തുതകളുമായി യോജിക്കുന്നതല്ല. സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ട് ശക്തമായ ജനവികാരം ഉണ്ടായിട്ടും പ്രധാന പ്രതിപക്ഷമായ UDFന് ചേലക്കരയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഉജ്ജ്വലമായ വിജയം നേടുമെന്നാണ് പാലക്കാട് പറഞ്ഞത്. അവർക്കും വിജയിക്കാൻ സാധിച്ചില്ല. ചേലക്കരയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലഭിച്ചതിനേക്കാൾ 10,000-ലധികം വോട്ടുകളുടെ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കും. പാലക്കാട് ഏതാനും ചില വോട്ടുകളുടെ കുറവ് കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരൻ സാർക്ക് ലഭിച്ച 50,000 എന്നുള്ള കണക്കിൽ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് താഴോട്ട് പോവുകയുണ്ടായി. കാരണം ശ്രീധരൻ സാർക്ക് ലഭിച്ച വോട്ടുകൾ എല്ലാം പാർട്ടി വോട്ടുകളാണെന്ന് ആരും തന്നെ കണക്കാക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചത് രാഷ്ട്രീയ വോട്ടുകളാണ്. ആ രാഷ്ട്രീയ വോട്ടുകളിൽ നിന്ന് ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ കുറവ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന ഒരു കാരണമാണ് അതെങ്കിലും പാലക്കാട് ഒരു 3,000-4,000 വോട്ടിൻ്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി, ആത്മപരിശോധന നടത്തി, ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മാറ്റവും ഉണ്ടാക്കുന്നതല്ല. ഉപതെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചാലും UDF ജയിച്ചാലും ഇവിടെ ഭരണമാറ്റം ഉണ്ടാവുന്നില്ല, എന്തെങ്കിലും പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷെ ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം SDP അടക്കം, ജമാഅത്തെ ഇസ്ലാമി അടക്കം, പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം കൂട്ടുപിടിച്ച് UDF നടത്തിയ പരിശ്രമങ്ങൾ, അതിനെ പ്രതിരോധിക്കാൻ LDF നടത്തിയ വർഗീയ പ്രചാരണങ്ങൾ, ഇതിനെല്ലാം ശരിയായ നിലയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ കാലങ്ങളിലും അവരെടുക്കുന്ന സമീപനം ഇത്തവണ UDFന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ ചരിത്ര നേട്ടമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ലെങ്കിലും വിജയം തന്നെയാണ്. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഞങ്ങൾ വിജയിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിൻ്റെ പ്രചാരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ആ നിലയിൽ തന്നെയാണ് NDA മുന്നോട്ട് പോയത്. പക്ഷേ എന്തുകൊണ്ട് ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ കുറവുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും.
ഇത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അല്ല, അതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്? ഗോവിന്ദൻ പറഞ്ഞത് സരിൻ ജയിച്ചു എന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയുമ്പോൾ മാത്രം എന്താണ് 400 പാറെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്. അത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നവരെല്ലാവരും ചേലക്കര പിടിച്ചടക്കുന്നല്ലേ സുധാകരനും വി.ഡി. സതീശനും പറഞ്ഞു. എൻ്റെ കാര്യത്തിൽ മാത്രം എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇലക്ഷൻ കാലത്ത് അതൊക്കെ ഞാൻ അന്ന് തന്നെ ഞാൻ ഇതിലൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ എന്താ സംശയമുള്ളത്? ഇവിടെ നടന്നിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം. അത് കോൺഗ്രസ് പലപ്പോഴും പരീക്ഷിച്ച് വിജയിക്കുന്നതാണ്. പക്ഷെ ആ കോൺഗ്രസിനിപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടിയിരിക്കുന്നു? അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഭീകരവാദ ശക്തികളെയും വർഗീയ ശക്തികളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നവർക്ക് അധികകാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ല, SDPI PFI ആണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തന്നെ നിയന്ത്രിച്ചത്. ഇന്ന് അവരുടെ പ്രകടനം നിങ്ങൾ കണ്ടില്ലേ? ഇതെല്ലാം വളരെ വ്യക്തമാണ്. പക്ഷേ ഇത് ആദ്യം തന്നെ പ്രകടനം നടത്തിയ അവരാണല്ലോ. ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ടില്ല, അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. പക്ഷേ CPM-ൻ്റെ ഓഫീസിലേക്ക് പോയിരിക്കുന്നു. PFI-നെ ഉപയോഗിച്ചാണ് വി.ഡി. സതീശൻ ഇവിടെ ഈ പ്രചാരണങ്ങളെല്ലാം നടത്തിയത്. പക്ഷേ അത് പാലക്കാടിനെ സംബന്ധിച്ച് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. LDF നടത്തിയ അതിനെതിരായിട്ട് നടത്തിയ ചില പ്രചാരണങ്ങൾ അത് തിരിച്ചടിയായോ എന്നുള്ള സംശയവും ഞങ്ങൾക്ക്. അല്ല, അങ്ങനെയല്ല. ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല, എല്ലാ ബൂത്തുകളിലും ഒരു 30-40 വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങിയതല്ല. കാരണം എപ്പോഴും ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ കാര്യം മന്ത്രിമാരിറങ്ങുന്നു, വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു, ഒരു സംസ്ഥാനം മുഴുവനുള്ള പാർട്ടി നേതാക്കന്മാരെല്ലാവരും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് MLA-മാരും MP-മാരും താരപ്രചാരകന്മാരും മന്ത്രിമാരൊന്നുമില്ല. സാധാരണ പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തീർച്ചയായിട്ടും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്നതാണ്. അല്ലാതെ നഗരസഭയിൽ മാത്രം വോട്ട് കുറഞ്ഞു അങ്ങനെയല്ല. ഞാൻ നോക്കിയപ്പോൾ കണ്ണാടിയിലും ഒരു 20 വോട്ട് 30 വോട്ട്, മാത്തൂരിലും 20 വോട്ട് 30 വോട്ടൊക്കെ ഓരോ ബൂത്തിലും കുറഞ്ഞിട്ടുണ്ട്, പിരായിരിലും കുറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ പഞ്ചായത്തിലും എല്ലാ ബൂത്തുകളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാർക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു 10, 15, 20 വോട്ടുകൾ എല്ലാ ബൂത്തിലും കുറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. അത് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല. അല്ല, അത് അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളത് വിശദമായിട്ട് പരിശോധിക്കും. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഒരു സീറ്റും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോഴും. ലോക്സഭയിൽ ഒരു MP ഉണ്ടെങ്കിലും നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ശ്രീധരൻ സാർക്ക് കിട്ടിയ 50,000 വോട്ടിൻ്റെ ബലത്തിൽ ഇത്തവണ നിയമസഭയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രചാരവേലയും പ്രചാരണമായിട്ട് ഞങ്ങൾ രംഗത്ത് പോയി. പക്ഷേ ഇവിടെ പരിഗണിക്കപ്പെട്ട വിഷയങ്ങൾ പലതും വർഗീയ ധ്രുവീകരണത്തിന് മാത്രം ഉതകുന്ന രീതിയിലായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ ഏതെങ്കിലും പർട്ടിക്കുലർ ബൂത്തുകളിൽ ഇന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു സ്ഥലത്തും വോട്ട് കുറഞ്ഞിട്ടില്ല. എല്ലാ ബൂത്തിലും ജനറലായിട്ട് ഒരു 20-30 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിക്കും. അതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞല്ലേ, പരിശോധിക്കും. ഞങ്ങൾ ഈ വിജയത്തെ, UDF-ന്റെ വിജയത്തെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ കാണുന്നു. ഞങ്ങൾക്ക് വിജയിക്കാനായില്ല എന്നുള്ളതും ശരിയായ നിലയിൽ തന്നെ കാണുന്നു. ഒരുപാട് വിഷയങ്ങൾ മാറി മറിഞ്ഞിട്ട്, പക്ഷേ ഇവിടെയും വോട്ട് കുറയ്ക്കാൻ സാധിച്ചില്ല. LDF-ന്റെ വോട്ട് ഏതാണ്ട് ഒരു 25 വോട്ട് കൂട്ടുകയാണ് ചെയ്തത്. ചേലക്കരയിലുമാണെങ്കിൽ ഏതാണ്ട് വിജയിക്കാൻ കഴിയും. അപ്പോൾ ഈ സമരരംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ അല്ല, സമരങ്ങളെയല്ല ഇതൊക്കെ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് UDF-ന്റെ അവകാശവാദം എന്താണ്? ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ എതിർക്കുന്നു എന്നാണ്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ എതിർക്കുന്നില്ല. എതിർക്കുകയാണെങ്കിൽ ചേലക്കരയിൽ അവർക്ക് ജനപിന്തുണ കിട്ടുന്നു. സരിൻ്റെ ഒരു 500 വോട്ട് കൂടി എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല. കാരണം അത് അല്ല, ഞാൻ പറയുന്നത് അല്ല ഓരോ മണ്ഡലത്തിൻ്റെയും സ്ഥിതി വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ എത്രമാത്രം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വികാരം നമ്മൾ പ്രകടിപ്പിച്ചാലും വയനാട്ടിൽ ചെന്ന് നമ്മൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്ക് ഉടനെ അങ്ങ് ജയിച്ചു കളയാമെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വയനാട്ടിലെ ഡെമോഗ്രഫി, അവിടുത്തെ മറ്റു പല ഘടകങ്ങളും അതിൽ ബാധകമാണ്. ഇപ്പോൾ 700ഓളം ബൂത്തുകളിൽ ഒരു സാധ്യതയും ഞങ്ങൾക്കില്ലേ. ഇല്ലല്ല, അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ലെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ.
ഓരോ ബൂത്തിലും 30-40 വോട്ടുകൾ കുറയുമ്പോൾ പിന്നെ അവിടെയൊക്കെ കുറച്ച് പോളിംഗ് കുറഞ്ഞു. ഞങ്ങൾ 50,000 വോട്ട് കിട്ടിയപ്പോൾ അല്ലല്ല ഞങ്ങളാരും പറഞ്ഞതല്ല അത്. അല്ല ഞങ്ങൾ പറഞ്ഞതല്ല. പോളിംഗ് കുറഞ്ഞു കൂടിയെന്ന് നിങ്ങൾ തന്നെയാണ് വാർത്ത കൊടുത്തത്. ഞങ്ങളാരും എവിടെയും പോളിംഗ് ശതമാനം പറഞ്ഞിട്ടില്ല. പോളിംഗ് നഗരത്തിൽ 67.7% കുറഞ്ഞു. അപ്പം തന്നെ വോട്ടിൻ്റെ എണ്ണം കുറയുമല്ലോ. പിന്നെ അത് തെരഞ്ഞെടുപ്പിൽ ബൂത്തിൽ എണ്ണുമ്പോൾ ഒരു 30-40 വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മുനിസിപ്പാലിറ്റിയിൽ മാത്രം അല്ല. മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ പോളിംഗ് പെർസെൻറ്റേജ് നോക്കിയാൽ നിങ്ങൾക്കറിയില്ല എത്രമാത്രം വോട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അല്ലല്ല അത് ഒരു തെറ്റായ പ്രചരണമാണ്. അങ്ങനെ എല്ലാ കൗൺസിലർമാരുടെയും നോക്കിയാൽ പിന്നെ ഏതെങ്കിലും കൗൺസിലർമാരായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. മൊത്തത്തിൽ കൗൺസിലർമാരുടെ ബൂത്തുകളിലും അല്ലാത്ത പ്രാദേശിക നേതാക്കളുടെ ബൂത്തുകളിലൊക്കെ ഈ ഒരു 30-40 വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. അല്ല ഉണ്ടെങ്കിൽ പരിശോധിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് തോപ്പിച്ചൊന്നും അല്ലല്ലോ. സംഘടനാ അല്ലല്ല ഞാൻ പറയട്ടെ സിറ്റിംഗ് സീറ്റിൽ തോറ്റതൊന്നും അല്ലല്ലോ. സംഘടനാ രംഗത്തോ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തോ എന്ത് വീഴ്ച ഉണ്ടെങ്കിലും ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ എപ്പോഴും പരിശോധിക്കാറുണ്ട്. 2021 അതിദയനീയമായി ഞങ്ങൾ തോറ്റപ്പോഴും കേരളം മുഴുവൻ തോറ്റപ്പോഴും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് ഈ കാര്യത്തിലും ഞങ്ങൾ പരിശോധിക്കും. ഒന്നുമില്ല.